ഗൂഗിൾ ഫോട്ടോസ് നമുക്കൊക്കെ വളരെയേറെ പരിചയമുള്ള ഒരു സംഭവമാണല്ലോ. സാധാരണ നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോട്ടോകൾ ബാക്കപ്പ് ചെയ്ത് വെക്കാനാണ്. അതിലപ്പുറം നമുക്ക് നിരവധി ഫീച്ചറുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയുമെന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ അറിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കപ്പ് ചെയ്യുന്നതിന് പുറമെ നമുക്ക് നിരവധി ഓപ്ഷനുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഓപ്ഷനുകളെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പല വ്യത്യസ്തമായ ആപ്ലിക്കേഷനും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിൾ ഫോട്ടോസ് എന്ന ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള നിരവധി ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതേ രീതിയിൽ ലൈറ്റ് കുറഞ്ഞ രീതിയിലാണ് ഉള്ളത് എങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇതിനെ ഒരു സാധാരണ ലൈറ്റോട് കൂടിയ ഒരു ഫോട്ടോ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് നമുക്ക് എഡിറ്റ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. താഴത്തെ ഈ ബാറിൽ നിന്ന് അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് HDR എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ എഡിറ്റ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് മുകളിൽ കാണുന്ന ബാറിൽ നിന്ന് ഡൈനാമിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ വെളിച്ചത്തിലേക്ക് മാറുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈനാമിക് എന്നുള്ളതിന് മുകളിൽ ഒന്നുകൂടി സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് HDR ലൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ലൈറ്റ് നൽകാവുന്നതുമാണ്. അതിനുശേഷം സേവ് കോപ്പി നൽകുക. ഇനി അതേ രീതിയിൽ തന്നെ എഡിറ്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയി ഇവിടെ നിന്ന് ടൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ബ്ലർ നൽകി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലർ ആവുന്നതായിരിക്കും. അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡെപ്ത് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് ആ ഭാഗത്തേക്ക് ഡെപ്തിനെ കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണുകയും ബാക്കിയുള്ളവ ഇതേ രീതിയിൽ ബ്ലർ ആവുകയും ചെയ്യും. ഇങ്ങനെ DSLR-ൽ എടുത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആവശ്യമായിട്ടുള്ള സംഗതികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം. എഡിറ്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയി ടൂൾസ് എന്നുള്ള ഭാഗത്ത് നിന്ന് മാജിക് ഇറേസർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ളത് ഇതേ രീതിയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതേ രീതിയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സംഗതികൾ ഉണ്ട് എങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡിറ്റക്ട് ചെയ്യുകയും അതിനെ അവിടെ നിന്ന് പൂർണ്ണമായി റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ളതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷനുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിരവധി ഫിൽറ്ററുകൾ അതുപോലെ സാധാരണ മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ ചെയ്യുന്ന രീതിയിലുള്ള നിരവധി എഡിറ്റിങ്ങുകളും കളർ ഗ്രേഡിങ്ങും ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് ഞാൻ കൂടുതലായി പോകുന്നില്ല. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഒരു ഫോട്ടോയെ പോർട്രേറ്റ് രീതിയിലേക്ക് മാറ്റണമെങ്കിൽ പോർട്രേറ്റ് നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ മാറ്റാം. അതുമല്ലെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള ക്രോപ്പിംഗ്, മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അഥവാ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, വൈറ്റ് പോയിന്റുകൾ, ഹൈലൈറ്റ്, അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓരോന്നും ഇവിടെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. അതുപോലെ നമുക്കറിയാം ഇതിൽ 15 GB ആണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അൺലിമിറ്റഡ് ആയിട്ട് ഒറിജിനൽ സ്റ്റോറേജിൽ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യെസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്കത് ചെയ്യാം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.